ഇവിടെ വന്നപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്കില്ല. എന്നാൽ ഞാൻ പ്രത്യേകമായി നിങ്ങളൊരു കാര്യം പങ്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ശിഷ്യന്മാരിൽ ഒരാളെ കുറിച്ചാണ്. അതിന് തോമസ് ലീഹായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. തോമസ് ലീഹ ഒരു യഹൂദ ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു. യൂദ എന്തായിരുന്നു തോമസ് ലീഹായുടെ നേതൃത്വത്തിൽ. രണ്ട് പേർ ശിഷ്യന്മാരുടെ യൂദ ഉണ്ടായിരുന്നതുകൊണ്ട് യേശു നൽകിയ പേരാണ് എപ്പിമോസ്, അല്ലെങ്കിൽ അർത്ഥം തോമസ്. എല്ലാ സ്ത്രീഹന്മാരെക്കാട്ടും മുൻകേണ്ട തോമസ് ലീഹയ്ക്കുണ്ടായിരുന്നു. എന്താണെന്ന് പറയാവില്ല, എല്ലാ കാര്യങ്ങളും നേരിട്ട് കണ്ടതിന് അങ്ങനെ നേരിട്ട് കണ്ട് യേശു തന്നെ വെളിപ്പെടുത്തി അല്പവിശ്വാസിയാകാതെ നീ വിശ്വസിക്കുക, ഞാനാണോ നിങ്ങളുടെ മക്കളിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്ത് ആ യേശുവിനെ അപ്പോൾ അങ്ങനെ ഒരു കാരണം ഉണ്ടായതുകൊണ്ട് തോമസ് ലീഹ കുറേ ദൗത്യങ്ങളെ എടുത്തതായി. അതുകൊണ്ടാണ് തോമസ് ലീഹ AD 52 കൊടുങ്ങല്ലൂർ എന്ന സ്ഥലത്ത് തന്റെ ദൗത്യം ആരംഭിച്ചത്. കൊടുങ്ങല്ലൂർ എന്ന സ്ഥലത്താണ് ആദ്യം വന്ന് തോമസ് ലീഹ തന്റെ ദൗത്യം ആരംഭിച്ചത്. അദ്ദേഹമാണ് 7 പള്ളി സ്ഥാപിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? യൂറോപ്പിലൊരു ക്ലാസ് ഉണ്ടായിരുന്നു അറിയാം. പക്ഷെ അത് 7 പള്ളി എന്നുള്ള പേര് ഇഷ്ടമായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് സംശയമാണ്. അതുകൊണ്ട് പെട്ടെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പ്രത്യേകമായ ഒരു കാര്യം നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടി വിചാരിച്ചാണ് ഇത് തരുന്നത്. കേരളത്തിൽ ഫെബ്രുവരി AD 52 കൊടുങ്ങല്ലൂർ എന്ന സ്ഥലത്ത് തന്റെ ദൗത്യം ആരംഭിച്ചു. അങ്ങനെ 7 പള്ളി സ്ഥാപിച്ചു. ഈ കൊടുങ്ങല്ലൂർ എന്ന സ്ഥലത്ത് മരിയാങ്കര എന്നൊരു പേരുണ്ട്. ഇത് പെരിയാറിന്റെ തീരത്തുള്ള തുറമുഖ പട്ടണമാണ് ഈ കൊടുങ്ങല്ലൂർ. ആ കാലത്ത് വിദേശ ബന്ധം നിലനിർത്തിയിരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമായിരുന്നു ഈ തുറമുഖം. ചില രാജാക്കന്മാരായിരുന്നു അവിടെ കളിച്ചിരുന്നത്. അനവധി യഹൂദന്മാരും ബ്രാഹ്മണരും ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്യുന്നതായി കാണാം. ഒരു പ്രത്യേകതകളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് നിങ്ങൾ താഴോട്ട് വായിക്കുന്നത് നോക്കുമ്പോൾ പ്രത്യേകത മനസ്സിലാക്കാൻ സാധിക്കുന്നു. രണ്ടാമത് പറഞ്ഞ പള്ളിയാണ് പാലൂർ. അതായത് പാലൂർ എന്നൊരു സ്ഥലമാണ്. കുന്നംകുളത്തെ ചാവക്കാടിനടുത്തുള്ള ഈ സ്ഥലം വലിയ ഒരു അത്ഭുതം കാണിച്ചുകൊണ്ടാണ് അവിടെയുള്ള ബ്രാഹ്മണരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്. എന്താണ് ആ അത്ഭുതം എന്ന് നിങ്ങൾക്ക് പറയാമോ? അവിടെ തോമസ് ലീഹ കാണിച്ച അത്ഭുതം എന്താണെന്ന് പറയാമോ? അവിടെയുള്ള ജനങ്ങളെ ക്രിസ്തുമതം സ്വീകരിക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ? ആദ്യം അറിയാമോ? ജലം കൈത്തലത്തിൽ ഇങ്ങനെ കോരിയിട്ട് അവരോട് പറഞ്ഞു മേലോട്ട് എറിയാൻ. അവരെറിഞ്ഞ വെള്ളം മുകളിൽ നിന്ന് താഴോട്ട് വിടും. നമ്മൾ കഴിയുമ്പോൾ അങ്ങനെ മുകളിലോട്ട് എറിയുമ്പോൾ താഴോട്ട് വരികയും. പക്ഷേ തോമസ് ലീഹ ജലം കോരി മേലോട്ട് എറിഞ്ഞിട്ട് ആ വെള്ളം താഴെ വന്നില്ല. അത് കണ്ട് നോക്കിയിരിക്കുന്ന ബ്രാഹ്മണരോട് മേലോട്ട് എറിയാൻ അവരോട് വീണ്ടും പറഞ്ഞു. അവിടെ നിർത്തിക്കൂടാ എന്നൊരു ചോദ്യം ചോദിച്ചു. പക്ഷെ അവർക്ക് സാധ്യമല്ല. എന്നാൽ തോമസ് ലീഹ എറിഞ്ഞത് കണ്ട് അവർ പറഞ്ഞു, ഞാൻ എറിഞ്ഞാൽ താഴോട്ട് വന്നില്ല എന്ന്. എന്നാൽ കാണട്ടെ എന്ന് വാശി പിടിച്ചു. അങ്ങനെ ചെയ്താൽ മതം മാറി ക്രിസ്തു മതം സ്വീകരിക്കാമെന്നും അവർ വാഗ്ദാനം കൊടുത്തു. തോമസ് ലീഹ എന്ത് ചെയ്തു? ആ കുളത്തിലിറങ്ങി കൈ കൊണ്ട് വെള്ളം കോരി നേരെ മേലോട്ട് വെള്ളം മുകളിൽ ഇരുന്നു എന്ന് മാത്രമല്ല, ഈ വെള്ളത്തിലിറങ്ങിയ തോമസ് ലീഹയുടെ കുപ്പായമാണ് ചെരുപ്പ് പോലും നനയാതെ കരയ്ക്ക് കയറിയിരുന്നു. ഇത് കണ്ടാണ് അവിടെയുള്ളവർ ക്രിസ്തുമതം അല്ലെങ്കിൽ ക്രിസ്ത്യാനിമാരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ടി പണിത പള്ളികൾ. മൂന്നാമതായിട്ട് പറവൂർ, അതായത് കോട്ടക്കാവ്. കോട്ടക്കാവ് ആ സ്ഥലത്തിൻ്റെ പറവൂർ. കൊടുങ്ങല്ലൂരിൽ ആലുവായ്ക്കയുടെ സ്ഥിതി ചെയ്യുന്ന പറവൂർ അങ്ങനെ സ്ഥലം. വലിയൊരു കോട്ടയം അതിനകത്തൊരു കാവും സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് ഈ പേര് കോട്ടക്കാവ്. അവിടെ ആഘാടമായ ഉത്സവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തോമസ് ലീഹ അവർ ഹിന്ദുക്കളുടെ ഉത്സവ സ്ഥലത്തൊരു 4 വയസ്സ് തറയൊക്കെ ചൊല്ലിയിട്ടുണ്ട്. വെറുതെ അവിടെ ഇരുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവര് ഈ തോമസ് ലീഹായെ ഉപദ്രവിക്കാനായിട്ട് എന്തിനവിടെ ഇരിക്കുന്നു, എന്തിനു
പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ ഉത്സവം എല്ലാം കൊണ്ട് വെട്ടടഞ്ഞു. അപ്പോൾ അവർക്ക് മനസ്സിലായി ശ്രീഹായെ മടങ്ങി തങ്ങൾ ചെയ്ത തെറ്റുകൾ മാപ്പ് കൊടുക്കണമെന്ന് വിചാരിച്ചു. ശ്രീഹ വെള്ളം കൊണ്ട് വാഴ്ത്തി തുടങ്ങി ആ പ്രദേശത്തെല്ലാം ഒഴിച്ചു. അപ്പോൾ ആ ഭാഗമെല്ലാം ശാന്തമായി തീർന്നു. ഇത് കണ്ടിട്ടാണ് അവരോട് പറഞ്ഞത്, യേശുവിനെ കുറിച്ച് സുവിശേഷം പ്രസംഗിച്ചു. അവർ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തു. അവർക്ക് വേണ്ടി നിർമ്മിച്ച ദേവാലയമാണ് പറവൂർ. നാലാമതായിട്ട് നിർമ്മിച്ചത് റോക്കമംഗലം. പള്ളിപ്പുറത്തിനടുത്തുള്ള റോക്കമംഗലത്താണ് ശ്രീഹായെ തീർന്നത്. കൂടുതലായി ചരിത്രം പറയുന്നില്ല. അവിടെ ഒരു സെമയോനെയും റബ്ബാനെ ഏൽപ്പിച്ചു എന്നാണ്. അഞ്ചാമത് കൊല്ലം. പുരക്കേടി കൊല്ലം എന്നാണ് ആ സ്ഥലത്തിൽ പറയുന്നത്. അവിടെ ശ്രീഹായ്ക്കെതിരായി ഒരു വലിയ ആരോപണമുണ്ടായി. ഒരു അവിവാഹിതയായ ഒരു സ്ത്രീ ഒരു കുഞ്ഞുമായി മനഃപൂർവ്വം അവളെ പറഞ്ഞിട്ടതാണ്. ആ കുഞ്ഞുമായി വന്ന് ആ കുഞ്ഞിന്റെ ഉത്തരവാദിത്തം ശ്രീഹ ഏറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ ജൈറസ് എന്ന യഹൂദ പ്രമാണി പറയുകയും ശ്രീഹ നാടുവിടണമെന്നും അഭ്യർത്ഥിച്ചു. എന്താ കാര്യം? ഈ കുഞ്ഞിന്റെ അച്ഛൻ ശ്രീഹായാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വേണ്ടി, എന്നാൽ എന്തിനേയും നേരിടാൻ തയ്യാറായി ആ കാരണം ശ്രീഹായെ കോടതിയിൽ ആരാൻ നീലം ബന്ധപ്പെട്ട അവളുടെ അച്ഛനും ഒരാഴ്ച പോലും പ്രായം വരാത്ത ഈ കൈകുഞ്ഞുമായി കോടതി വന്നു. ന്യായാധിപതി, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ജഡ്ജി കോടതി വന്നു. ശ്രീഹായോട് എന്താണ് ഇതിനെ തെളിയിപ്പാണ് വിശദീകരണം ആവശ്യപ്പെട്ടു. ശ്രീഹ എന്ത് ചെയ്തു? ഈ 1.5 ആഴ്ച പോലും പ്രായമില്ലാത്ത, ഒരാഴ്ച പോലും പ്രായം വരാത്ത ഈ കുഞ്ഞിനെ തൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആ കുഞ്ഞിനോട് പറഞ്ഞു, നിന്റെ പിതാവിൻ്റെ പേര് പറയാൻ. ഒരാഴ്ച പ്രായമില്ല കുഞ്ഞിനെ. ആ കുഞ്ഞിനോട് പറഞ്ഞു നിന്റെ അപ്പൻ്റെ പേര് പറയാം. ആ കുഞ്ഞ് അപ്പൻ്റെ പേര് പറഞ്ഞു. നാം ഓർക്കുക, ഒരാഴ്ച പോലും പ്രായമില്ലാത്ത കുഞ്ഞു തൻ്റെ അപ്പൻ്റെ പേര് പറഞ്ഞു. ഇവർ ശ്രീഹായെ ഉപരിച്ച് ഓടിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. പക്ഷേ അത്ഭുതങ്ങൾ നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ ദൈവത്തിന് എന്താണ് അസാധ്യം? അവിടെ ആ കുട്ടി സംസാരിച്ചു. എന്നിട്ട് ന്യായാധിപതിയോട്, അതായത് ജഡ്ജിയോട് ഇറങ്ങി വന്ന് ശ്രീഹായെ നമസ്കരിച്ച് ക്രിസ്തുവിനെ പ്രവേശിച്ചു. അതിനുശേഷം ശ്രീഹ തന്റെ ക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷം പറയുകയും സ്നാനമേൽപ്പിക്കുകയും ചെയ്തു. അവർക്ക് വേണ്ടി ഒരു ദേവാലയം നിർമ്മിച്ചതാണ്. ആറാമതായിട്ട് നിരണം. തിരുവല്ല താലൂക്കിന്റെ പടിഞ്ഞാറ് അറ്റത്തെ കടപ്പായി അടുത്തുള്ള നിരണം. ഇവിടെ തൃക്കപാലേശ്വരൻ ക്ഷേത്രത്തിന് തൊട്ടടുത്തായാണ് ഒരു ദേവാലയം കുരിശ് സ്ഥാപിച്ചത്. എന്നാൽ വിരോധികൾ കുരിശെടുത്ത് എറിഞ്ഞു കളഞ്ഞു. ഉരുതെടുക്കപ്പെട്ട കുരിശ് എവിടെ പോയി എന്നറിയാതെ എല്ലാവരും വിശപ്പിക്കുമ്പോൾ ജനങ്ങളുടെ നടുവിലേക്ക് ഒരു കഴുത കടന്നു. കഴുത ശ്രീഹായെ വണങ്ങിക്കൊണ്ട് ഭൂമി മണ്ണിൽ കുരിശ് വരച്ച് അടയാളം വരച്ച് നമസ്കരിച്ചു. എന്നിട്ട് ആ മൃഗം സംസാരിച്ചിട്ട് പറഞ്ഞു, കേൾക്കാൻ ജനങ്ങൾ കടിച്ചുകൊള്ളു. ഒരു കഴുത സംസാരിക്കുന്നത് കേൾക്കാൻ അവിടെ ജനങ്ങൾ കടിച്ചുകൊള്ളു. അപ്പോൾ ആ കുരിശ്, നാം ഓർക്കുക, നമ്മുടെ കുരിശിന് വിനാശമില്ല. ദൈവം നമുക്ക് അടയാളമായി തന്ന കുരിശാണ്. അത് ജീവിതയോടെ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ. മുതലപ്പുഴയാറ്റിൽ തപ്പി നോക്കാൻ ഈ കഴുത അവിടെ വരച്ചു കാണിച്ചു. ഉടനെ കുറെ പേർ ആറ്റി ചാടുകയും കുരിശ് കാണുകയും ചെയ്തു. എന്നാൽ ഈ കുരിശ് അവിടെ എറിഞ്ഞ കാലം മുതൽ ഒരു തിരുവലം ഇതിന് അതുണ്ട്. അതിങ്ങനെ കാക്കുക. കാരണം വേറെ ആരും വന്ന് ഈ കുരിശ് എടുത്തോട്ട് പോകരുത്. എന്നാൽ തിരുവലം ഉപദ്രവിക്കും. അങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് നമ്മുടെ ആൾക്കാരുടെ ചെയ്യുന്നത്. അപ്പോൾ ഈ തിരുവല എല്ലായിടത്തും ഒരു തിരുവിദ്രവ ജീവിയായി മാറിപ്പോയി. അങ്ങനെ കുരിശെടുത്ത് വീണ്ടും സ്ഥാപിച്ചു. ആ കഴുതിയ പിന്നെ ആദ്യ ഇതിനെ കണ്ടുപിടിക്കണം. അങ്ങനെയാണ് അവിടെ നിരണപേരും പറ്റിയിട്ടുണ്ടായത്. ഏഴാമതായിട്ട് ചായൽ നിലയ്ക്കൽ. റാന്നിൽ നിന്നും 57 കിലോമീറ്റർ കിഴക്ക് ശബരിമലയ്ക്കടുത്തുള്ള വനപ്രദേശമാണ് ഈ സ്ഥലം. ഇപ്പോൾ ക്രൈസ്തവ എപ്പിസ്കോപ്പൽ സഭകൾ ചേർന്ന്
അവിടെ ഒരു ആലയം വായിച്ചു. എല്ലാവർക്കും സംശയില്ല അരപ്പള്ളി എന്താണ്. അരപ്പള്ളി തിരുവിതാംകോട്ട നെയ്യാറ്റിൻകരയിൽ കടന്ന് കന്യാകുമരി ജില്ലയിലാണ് ഈ സ്ഥലം. അവിടെ ക്രിസ്തു സ്ഥാപിക്കുകയും ആ പള്ളിയെ അരപ്പള്ളി എന്ന് പറയുന്നത് ഇപ്പോഴും ആ പള്ളി ദേവാലയമാക്കി കഴിയുന്നതിന് സാധിച്ചിട്ടുണ്ട്. കുരിശാണ് അവിടെ അടയാളമായി വെച്ചിരിക്കുന്നത്. അതിന് അന്ന് മുതൽ ഇന്ന് വരെ അരപ്പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. ഇവരെ തർശീസായികൾ എന്നാണ് അവിടെ അറിയിക്കുന്നത്. അടുത്തതായിട്ട് ശ്രീല ലാസ്റ്റായിട്ട് പോയത് മലയാറ്റൂരാണ്. മലയാറ്റൂർ നമുക്കറിയാം പല മുകളിൽ എത്തിയത് എത്ര യാമം കടന്നാളെ പോലും ചെയ്യുന്നില്ല. കാടുകളും കാടും എല്ലാം ഇന്നും നമുക്ക് അഡ്വാൻസ് ആയിട്ടുണ്ട്, നടക്കാൻ പറ്റും ഇതൊക്കെ പറ്റും. പക്ഷെ അന്നങ്ങനെയല്ല. ഒരു വിധത്തിലും നടക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് ഈ മലയാറ്റൂരിൽ തോമസ് ശ്രീഹ എത്തിയത്. അത് ശ്രീഹ മാറിയിൽ തിരുമുകളിൽ സ്പർശിച്ച് അതിൻ്റെ വിരൽ കൊണ്ട് കുരിശടയാളം വരച്ച് ചുംബിച്ച ഉടനെ അവിടെ രക്തപ്രവാഹം ഉണ്ടായാണ് ചരിത്രങ്ങൾ. അങ്ങനെയാണ് മലയാറ്റൂരിലെ തോമസ് ശ്രീഹായുടെ ഫോട്ടോ ഉൾപ്പെടെ താഴെ കാൽപാദത്തിൽ അവിടെ പാടങ്ങൾ കുത്തിവെച്ചിട്ടുണ്ട്. ഈ തോമസ് ശ്രീഹായുടെ പാടങ്ങൾ ലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി തിരുവിതാംകൂറിലേക്ക് ചൊരിഞ്ഞ രക്തം അവർണീയമാണ്. എന്നാൽ കുരിശ് ധരിച്ചിട്ട് അവിടെ ഉയർന്നു വന്നതാണ്. അതിനാണ് ഒരു കുരിശ് മുഖപ്പാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഈ കുരിശിൽ ജനങ്ങൾ മല കയറി വന്നു. ആ വിശ്വാസത്തിലൂടെ ക്രിസ്തുവിനെ പ്രസംഗിച്ച് കുരിശ് കണ്ടെടുത്ത് കുരിശ് ആരോഗ്യ ഒരു പള്ളിയിൽ സ്ഥാപിച്ചു. കൂടാതെ കുരിശിൻ്റെ പാവനം ആട്ടങ്ങളും കൊണ്ടുവരുന്നു. അങ്ങനെ 5 മിനിറ്റ് അതിൽ തന്നത്. പക്ഷെ ഞാൻ ഇത് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിച്ചു. നിങ്ങൾ ഏറെ പള്ളി എന്ന് കേട്ടിട്ടുണ്ടെന്നറിയാം. പക്ഷേ ഈ പള്ളി എങ്ങനെ അവിടെ വന്നു എന്നുള്ളത് അറിയാമെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയും പറഞ്ഞു. സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന